നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് കാലുവാരിയാൽ കോൺഗ്രസിന് രക്ഷയില്ല എന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തിയാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവീകരിച്ച പള്ളിക്കുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറവൂർ ആലക്കാവറമ്പിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 8:45 അപകടം. തുറവൂർ വളമംഗലം തിരുഹൃദയ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല റാലി നടത്തി. ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് കാലുവാരിയാൽ കോൺഗ്രസിന് രക്ഷയില്ല എന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ മതേതരവാദികളെന്ന് പറയുന്നത് അവരുടെ കാര്യങ്ങൾ വരുമ്പോൾ മതമായി ഒന്നിച്ചുകൂടുകയാണ്. എന്നിട്ട് എന്നെ ശക്തമായിട്ട് എതിർത്തുകൊണ്ട് ഞാൻ വർഗീയത പുലർത്തുന്നു. ഈ വർഗീയത ഇവിടെ പുലർത്തുന്നു പറഞ്ഞിരിപ്പിക്കുന്നത് ആരാ? നിങ്ങൾ നാലോ അങ്ങനെ ഇത്ര മതേതരത്വം പറയുന്നവരാണെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ഇത്തരം ആളുകൾ 56% ബാക്കിയുള്ളവർ ഹിന്ദുക്കളൊക്കെ അവിടെ ഇല്ലേ? എത്ര പഞ്ചായത്ത് മെമ്പറുണ്ട് ഹിന്ദുക്കൾ? എത്ര ഈഴവരുണ്ട് അവിടെ? ഒരു പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്തിൽ എന്ത് ഇത്തരം 56% ഇല്ലേ ഉള്ളൂ? ബാക്കി 54%, 44% ഹിന്ദുക്കളുണ്ടല്ല. ഒരു ഹിന്ദുവിനെങ്കിലും ഇവർ ഈ മതേതരം പറയുന്ന ഈ ലീഗുകാരെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഒരു ഹിന്ദുവിൻ്റെ 4 പേര് നിർത്തിയിട്ടുണ്ട്. ഇത് കബളിപ്പിക്കുകയല്ലേ? ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ഞാനവർ പറഞ്ഞു കേട്ടില്ല. അവരുടെ കൂടെ ഞാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പുണ്യവാളനാണ്, മതേതരവാദിയാണ്, മുസ്ലിം ബന്ധുവാണ് എന്നെല്ലാം പറഞ്ഞു എന്നെ കൊണ്ടു നടന്നില്ലേ അങ്ങനെ ഒരുപാട് നാൾ. ഈ 3ാമത്തെ പ്രാവശ്യം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്താ വിരോധം പറഞ്ഞത്? ഒരു സാമൂഹ്യ നീതി മലപ്പുറത്ത് ഇല്ല എന്ന് പറഞ്ഞു. സത്യമല്ലേ? രാഷ്ട്രീയ നീതിയില്ല, വിദ്യാഭ്യാസ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല. ഇതില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടെന്നവർ പറയട്ടെ. ഞാൻ സാമൂഹ്യ നീതിക്ക് വേണ്ടി പറയുന്ന വാക്കുകളല്ലാതെ ഞാൻ ഒരു മുസ്ലിം വിരോധിയിൽ എന്നെ മുസ്ലിം വിരോധിയാക്കി ആണിയടിക്കുകയാണ്. എൻ്റെ കോലം കത്തിച്ചു. അവർ വിചാരിച്ച എൻ്റെ മേലും കത്തിക്കാൻ സാധിക്കും, കത്തിച്ചോട്ടെ, ഞാൻ തയ്യാർ. എൻ്റെ കോലം എന്തിനു കത്തിക്കുന്നു? എന്നെ കത്തിയത്. അതുകൊണ്ട് അവർക്ക് ആത്മസംതൃപ്തി അടയാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ, അതിന് ഞാൻ തയ്യാറാണ്. അതെല്ലാം ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി പറഞ്ഞ് പ്രചരിപ്പിക്കുവാനുള്ള ശ്രമവും അതിൽ ചില മീഡിയകൾ അത് ഊതി വീർപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗോപാലനെ രക്ഷിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗോപാലൻ്റെ വിഷയം കൊണ്ടുവരുന്നതിന് പകരം എൻ്റെ വിഷയം കൊണ്ടുവന്നിട്ട് ഗോപാല വിഷയം താത്തി ഗോപാല സ്നേഹികളാണ് പലരും. ആ ഗോപാലൻ്റെ പരശുരാജാവിനെ രക്ഷിക്കാൻ എന്നെ ഇങ്ങനെ പൊക്കി എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ചാനലുകൾ ദയവ് ചെയ്ത് എന്നോട്, പാവപ്പെടുത്ത ഈഴവ സമുദായത്തോട് നിങ്ങൾ ക്രൂരത കാട്ടിക്കും. പറയണമല്ലോ. കോൺഗ്രസ് എവിടെയാണ്? ലീഗിൻ്റെ തടവറയല്ലേ? കോൺഗ്രസ് എന്നൊരാളെ എടുക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനോട് ചോദിക്കാൻ എടുക്കാൻ പോവാം. അപ്പോൾ ഈ ലീഗായാലും തിരക്കില്ല, ലീഗ് കോൺഗ്രസ് നമ്മൾ ലീഗിൻ്റെ തടവറയിലാണ്. അപ്പോൾ ലീഗിൻ്റെ തടവറയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ ലീഗിനോട് തൃപ്തിപ്പെടുത്തേണ്ടത് അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നില്ലേ? കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണ്. ലീഗ് കാലുവാരിയാൽ കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കണിച്ചുകുളങ്ങരയിലുള്ള വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി. ലീഗിന്റെ സഹായത്തോടെയാണ് കോൺഗ്രസ്സുകാർ MP-മാരായത്. മലപ്പുറത്ത് രാഷ്ട്രീയ നീതിയില്ല, സാമ്പത്തിക നീതിയില്ല, സാമൂഹ്യ നീതിയില്ല. ഞാൻ പറഞ്ഞത് ശരിയാണ്. ശരിയല്ല എങ്കിൽ ഇതിവർ തെളിയിക്കട്ടെ. ഭൂരിപക്ഷ സമുദായം വോട്ട് ബാങ്കല്ല. ഇതെല്ലാം തുറന്നു പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാകുന്നു. ഞാൻ സാമൂഹ്യനീതിക്ക് വേണ്ടിയാണ് പറയുന്നത്. മതവിദ്വേഷം ഒരിക്കലും SNDP യോഗത്തിൻ്റെ മുദ്രാവാക്യമല്ല. എല്ലാവരും ഒന്നായി കഴിയണം എന്നാണ് SNDP യോഗം ആഗ്രഹിക്കുന്നത്. SNDP യോഗത്തിൻ്റെ സോദര ചിന്തയെ ചൂഷണം ചെയ്യുകയാണ് മറ്റു ചിലർ. തിരിച്ച് സോദരനെന്ന ചിന്ത കാണാൻ അവർ തയ്യാറാകുന്നില്ല. SNDP യോഗത്തിന് അർഹതപ്പെട്ടത്
മറ്റ് സമുദായങ്ങൾ കവർന്നെടുക്കുകയാണ്. ജനസംഖ്യ അനുപാതികമായി എല്ലാവർക്കും തുല്യനീതി കൊടുക്കണമെന്നാണ് SNDP യോഗത്തിൻ്റെ ആവശ്യം. മലപ്പുറത്ത് മുസ്ലിം ലീഗ് 10 പഞ്ചായത്ത് മെമ്പർമാരെ പോലും മറ്റ് സമുദായങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു ഹിന്ദുവിനെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? എന്നിട്ടും മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറയുന്നു. മലപ്പുറത്ത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ വർഗീയവാദിയോ മുസ്ലിം വിരോധിയോ അല്ല. മുസ്ലിങ്ങളോട് വിദ്വേഷവുമില്ല. വിദ്വേഷം പ്രസംഗം നടത്തിയിട്ടുമില്ല. പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലർ പ്രചരിപ്പിക്കുന്നത് സംഘടനയെ തകർക്കാനുള്ള ശ്രമമാണ്. ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തിയാൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പള്ളിക്കുളത്തിൻ്റെ നവീകരിച്ച നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ്. ഇവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാവരും അന്നിവിടെ നിർബന്ധിച്ചതിൻ്റെ ആറാട്ടിൻ്റെ പരിപാടി കാണാൻ ഇവിടെ എത്തി നിൽക്കുമ്പോഴാണ് ആറാട്ടിനേക്കാൾ ഏറ്റവും കൂടുതലായി മനസ്സിൽ കണ്ടത് ഇതിൻ്റെ ശോച്യാവസ്ഥ തന്നെയാണ്. ശോച്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മാത്രം ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതല്ല. ശോചനീയം എന്നൊരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ലായിരുന്നു. ഏതാണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കുപ്പത്തൊട്ടിയാക്കി മാറ്റി എന്നായിരുന്നു എൻ്റെ സത്യസന്ധമായ യാഥാർത്ഥ്യം. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നോക്കി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ കൃഷി വകുപ്പ് കൂടാതെ തന്നെ ഒരു വകുപ്പ് എനിക്കുള്ളത് മണ്ണ് പരിവേഷണ വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള തുക ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് 1,17,00,000 രൂപ നമുക്കിതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്നിടത്തിലേക്ക് എത്തിയത്. അതിനകത്ത് ഇപ്പോൾ 1,07,00,000 രൂപ മുടക്കിയാണ് നമ്മൾ ഈ പ്രവർത്തികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല. അത് ചെയ്യുന്നതിനകത്ത് താല്പര്യമില്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ണ് സംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ BM അശോക് കുമാർ പദ്ധതി വിശദീകരിച്ചു. അഡീഷണൽ ഡയറക്ടർ D ആനന്ദബോസ് സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സാബു, വാർഡ് കൗൺസിലർമാരായ രാജശ്രീ ജ്യോതിഷ്, A അജി, വിവിധ രാഷ്ട്രീയ നേതാക്കളായ B വിനോദ്, MC സിദ്ധാർത്ഥൻ, ME രാമേന്ദ്രൻ നായർ, NB ബദറുദ്ദീൻ, സിറിയക് കാവിൽ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് A അജികുമാർ, സെക്രട്ടറി സിനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് D സൽജി എന്നിവർ സംസാരിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ S മഞ്ജു നന്ദി പറഞ്ഞു. കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ തെക്കേ തെരുവിലുള്ള പള്ളിക്കുളം കല്ലുകെട്ടി സംരക്ഷിക്കണമെന്നത് ഭക്തജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. ഉത്സവത്തിന് ആറാട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട കുളം നാശോന്മുഖമായി ഒരു കാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായ പള്ളിക്കുളം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന നിരന്തരം ആവശ്യം ഉയർന്നിരുന്നു. പി പ്രസാദ് MLA അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് കുളത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കുളത്തിൻ്റെ 4 വശവും ചുറ്റുമതിൽ കെട്ടി ഭംഗിയാക്കി. ആറാട്ട് കടവും കൽപ്പടവുകൾ കെട്ടി മനോഹരമാക്കി. കുളത്തിനു ചുറ്റും നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കണമെന്ന ആവശ്യവും പരിഗണിക്കുന്നുണ്ട്. ചേർത്തലയുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ പള്ളിക്കുളം നവീകരിച്ച് മനോഹരമാക്കിയപ്പോൾ സഫലമാവുന്നത് ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല തുറവൂർ ആലക്കാവറമ്പിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 8:45 അപകടം. തുറവൂരിൽ നിന്നും ചേർത്തലയ്ക്ക് പോയ കാറാണ് അപകടത്തിന് ഇടയാക്കിയത്. ദേശീയപാത തുറവൂർ ആലക്കവറമ്പിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. രാവിലെ 8:30 സംഭവം നടന്നത്. തുറവൂരിൽ നിന്നും ചേർത്തല ഭാഗത്തേക്ക് പോയ മാരുതി ആൾട്ടോ കാറാണ് അപകടമുണ്ടാക്കിയത്. ഈ കാർ ഓടിച്ചിരുന്നത് ഒരു യുവതിയാണ്. യുവതി ഉൾപ്പെടെ 4 പേർ കാറിലുണ്ടായിരുന്നു. പരിക്കേറ്റ 4 പേരെയും തുറവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന 2 കാറുകളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. മറ്റു കാറുകളിലുണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തിന് ശേഷം ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. കുത്തിയോട് പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തുടർന്ന് മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ഈ സ്ഥലത്ത് അപകടമുണ്ടായി. ടോറസ് ലോറി എറണാകുളം ഭാഗത്തേക്ക് പോയ കാറിൽ ഉരഞ്ഞു. അതും വീണ്ടും ഗതാഗത തടസ്സത്തിന് കാരണമായി.
പത്മാഷിക്കവല മുതൽ ആലക്കപ്പറമ്പ് വരെ പണിതീർന്ന റോഡിലൂടെയാണ് വാഹന ഗതാഗതം ഇപ്പോൾ നടക്കുന്നത്. മിക്ക വാഹനങ്ങളും അമിത വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പല അപകടങ്ങളും തലനാരിഴയ്ക്കാണ് ഇല്ലാതാവുന്നത്. ടൈം ന്യൂസ്, തുറവൂർ. തുറവൂർ വളമംഗലം തിരുഹൃദയ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി. ആക്രമണത്തിൽ വളമംഗലം സ്വദേശിയായ വൈദികന് പരിക്കേറ്റിരുന്നു. തുറവൂർ വളമംഗലം തിരുഹൃദയ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാല നടത്തി. 6-ാം തീയതി രാവിലെ 7:30 അവസാനിച്ച കുർബാനയ്ക്ക് ശേഷമായിരുന്നു റാലി നടന്നത്. ദേവാലയ മുറ്റത്തു നിന്നും ആരംഭിച്ച റാലി വളമംഗലം കപ്പോള ചുറ്റി പള്ളിമുറ്റത്ത് സമാപിച്ചു. ജഗൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണ സംഭവങ്ങളിൽ വളമംഗലം സ്വദേശിയായ വൈദികൻ ഫാദർ ജോർജ് തോമസ് അനന്തകരിക്ക് എതിരെയും ആക്രമണം നടന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിഷേധ ജ്വാല നടന്നത്. റാലിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇടവക വികാരി ഫാദർ മാത്യു വാരിക്കാട് പാടം ഉദ്ഘാടനം ചെയ്തു. കൈക്കാരന്മാരായ ജോമൻ കോട്ടുപള്ളി, ആന്റണി കാട്ടുതറ, വൈസ് ചെയർമാൻ റോബി ആലുമരമ്പത്ത് എന്നിവർ പ്രതിഷേധ ജ്വാലയ്ക്ക് നേതൃത്വം നൽകി. ഞങ്ങൾ തിരുഹൃദയ ദേവാലയം വളമംഗലമാണിത്. നമുക്കറിയാം, ജഗൽപൂരിൽ കഴിഞ്ഞ 31-ാം തീയതി നടന്ന വൈദികർക്കെതിരെ ഉണ്ടായ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണം, അതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ ജ്വാലയാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇടവക വിശ്വാസി സമൂഹം എല്ലാവരും ഒന്ന് ചേർന്ന് സംഘടിപ്പിച്ച് നടത്തിയത്. ഇതിൻ്റെ പേരിൽ ഏറ്റവും നമുക്ക് വൈദികർക്ക് ഉണ്ടായ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ഉണ്ടായിട്ടുള്ള പീഡനങ്ങൾ, അപമാനങ്ങൾ, ഇതിനെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും നമുക്ക് ദുഃഖകരമായിട്ട് നമ്മുടെ ഇടവകാംഗമായിട്ടുള്ള അനന്തൻ കരിയിൽ ജോർജ് കുട്ടി അച്ഛൻ അതിനകത്ത് ആയിട്ടുള്ള ഈ പീഡനമേറ്റ വ്യക്തിയാണ്. അപ്പോൾ അച്ഛനോടുള്ള ഞങ്ങളുടെ നന്ദി, ആദരം, സ്നേഹം, ആ കുടുംബത്തോടുള്ള ബഹുമാനം, ഇതെല്ലാം ആ നടന്ന സംഭവത്തെ എല്ലാം പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ ജ്വാല, അതാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. ടൈം ന്യൂസ്, തുറവൂർ. ഏപ്രിൽ 11 ചേർത്തല SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ചേർത്തല ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണവും മഹാസംഗമവും ഞായറാഴ്ച ചേർത്തല നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ചേർത്തല SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 11 ചേർത്തല ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന മഹാസംഗമവും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സ്വീകരണവും. ഇതിനോടനുബന്ധിച്ച് ഞായറാഴ്ച ചേർത്തല നഗരത്തിൽ 12 ടീമുകൾ പങ്കെടുത്ത ശിങ്കാരിമേള മത്സരം സംഘടിപ്പിച്ചു. ചേർത്തല ഗസ്റ്റ് ഹൗസ് അങ്കണത്തിൽ നിന്ന് ജാഥ ആരംഭിച്ചു. ചേർത്തല നഗരസഭ വൈസ് ചെയർമാൻ TS അജയകുമാർ ശിങ്കാരിമേള മത്സരം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചേർത്തല ശ്രീനാരായണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളംബര ജാഥ സംഗമിച്ചു. SNDP യോഗം ചേർത്തല യൂണിയൻ ചെയർമാൻ KP നടരാജൻ, PD ഗഗാറിൻ, KL അശോകൻ, T അനിയപ്പൻ, അഡ്വക്കേറ്റ് PS ജ്യോതിസ്, ബിജുദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുഹമ്മ കുമാരാനുഗ്രഹപുരം ക്ഷേത്രത്തിൻ്റെയും പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുഹമ്മ യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മുഹമ്മ ചാരമംഗലം ശ്രീ കുമാരാനുഗ്രഹപുരം ക്ഷേത്രത്തിൻ്റെയും പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുഹമ്മ യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാരാരിക്കുളം SHO AV ബിജു ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ KS ലാൽജി ക്ലാസ് നയിച്ചു. അസോസിയേഷൻ സെക്രട്ടറി G ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് സാബു ശാന്തി, എക്സിക്യൂട്ടീവ് അംഗം P ബോസ്, ദേവസ്വം കമ്മിറ്റി അംഗം മനോഹരൻ, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, മുഹമ്മ. കലവൂർ മാരൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന അഖില ഭാരത മഹാഭാഗവത സത്രം തിരക്ക് ഏറുന്നു. ഏപ്രിൽ 14 സത്രം സമാപിക്കും. കലവൂർ മാരൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടക്കുന്ന അഖില ഭാരത മഹാസത്രത്തിൽ തിരക്കേറുന്നു. 14 വരെ നടക്കുന്ന സത്രത്തിൽ സന്യാസ ശ്രേഷ്ഠരും ആചാര്യന്മാരുമടക്കം ജനസഹസ്രങ്ങൾ എത്തിച്ചേരുന്നു. ഗുരുവായൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭാഗവത സത്രസമിതിയുടെ നേതൃത്വത്തിലാണ് നാടിനെ ഭക്തി ലഹരിയിലാറാടിക്കുന്ന മഹാസത്രം സംഘടിപ്പിച്ചിരിക്കുന്നത്. റിട്ടയർഡ് DGPയും പ്രമുഖ പ്രഭാഷകനുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രഭാഷണം നാടിന് ആത്മീയ ഉണർവ് നൽകി. ലോകത്താദ്യ
ദിലീപിന്റെ വംശപരപ്പെട്ട രഘുവിന്റെ വംശപരപ്പെട്ട എന്ന സീനാണ് 40 അതുകൊണ്ട കണക്കാണ് അതാണ് വംശു എന്ന് പറയുന്നത്. അതിനെ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ക്രോണോളജി എന്നറിയും. ക്രോണോളജി. മൂന്നാമത്തെ മണ്ണുതലാണ്. പ്രപഞ്ചത്തിന്റെ ഉത്ഭവ ചരിത്രമാണ്. ലോകത്തിൽ 14 മണ്ണുതലുകളുണ്ട് എന്ന് ഹിന്ദു എൻസൈക്ലോപീഡിയ പറയുന്നു. കീർത്തി ഒട്ടും കുറയാതെ കലങ്ങളെ അതിജീവിക്കുന്ന ഇതിഹാസ കാവ്യമാണ് മഹാഭാരതമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്തി മാഹാത്മ്യ വർണ്ണന, ഭീഷ്മസ്തുതി, ശ്രീ ശുഗാഗമനം എന്നിവയും വിശ്വാസികൾക്ക് ആത്മീയ വിരുന്നൊരുക്കി. ഡോക്ടർ MG ശശിഭൂഷൻ്റെ പ്രഭാഷണം, കലാപരിപാടികളും സത്രത്തിൻ്റെ ഭാഗമായി നടക്കുന്നു. K. ഉണ്ണികൃഷ്ണൻ, K. രവീന്ദ്രൻപിള്ള അനുസ്മരണ സമ്മേളനം ചേർത്തല എക്സ്റേ ജംഗ്ഷന് സമീപമുള്ള പത്മശാലീയ സംഘത്തിൽ നടന്നു. മുൻ MP AM ആരിഫ് ഉദ്ഘാടനം ചെയ്തു. സഖാവ് K. ഉണ്ണികൃഷ്ണൻ, സഖാവ് K. രവീന്ദ്രൻപിള്ള അനുസ്മരണ സമ്മേളനം എക്സ്റേ ജംഗ്ഷന് സമീപമുള്ള പത്മശാലീയ ഹാളിൽ നടന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് AM ആരിഫ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ ചേർത്തല താലൂക്കിൽ ആകെ വ്യാപകമായി നമ്മുടെ വോട്ടെടുപ്പ് നടക്കുന്നു. വളരെ സംഘടിതമായ RSSന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ വരെ വന്ന് നമ്മുടെ ഇവിടെ പാർട്ടി പ്രവർത്തകന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയും നമ്മളെ ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ CA കരുണാകരൻ സഖാവിന് അന്ന് ഓഫീസിൽ തന്റെ ജോലി പാർട്ടിയിലെ കണക്കെല്ലാം യൂണിയനിലെ കണക്കെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്ന സഖാവിനെ പുറമേ നിന്ന് വന്ന ഒരു പറ്റം RSSകാരും ഇവിടുത്തെ RSSകാരുടെയും സഹായത്തോടുകൂടി സഖാവ് CA കരുണാകരനെ ഡ്യൂട്ടിപ്പെടുന്നു. KP പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. NR ബാബുരാജ്, B. വിനോദ്, P. ഷാജിമോഹൻ, G. രഞ്ജിത്ത്, അനൂപ് ചാക്കോ, KP രാജഗോപാൽ, സൽമ സുനിൽ, MB മനോജ്, MC ശ്രീകുമാർ, VS രഞ്ജിത്ത്, M. സുനിൽ, TV മണിയപ്പൻ, B. സരസ്വതി, A. അനിരുദ്ധൻ, A. അരുൺ, അനുഗ്രഹ് V തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ചേർത്തല NSS യൂണിയന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ അഗസ് നടത്തി. വിവിധ ക്ഷേത്ര ചടങ്ങുകളോടെയാണ് അഗസ് സംഘടിപ്പിച്ചത്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ 2ാം ഉത്സവത്തിന് ചേർത്തല താലൂക്ക് NSS യൂണിയൻ നേതൃത്വം നൽകി. പള്ളി ഉണർത്തൽ, നിർമാല്യ ദർശനം, ആറാട്ട് പുറപ്പാട്, നാരായണീയ പാരായണം തുടങ്ങിയ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദകൂട്ട. ഉച്ചയ്ക്ക് ശേഷം ഗീതാപാരായണം. വൈകിട്ട് 4:30 കാഴ്ച ശ്രീബലി, മേജർ സെറ്റ്, പഞ്ചാരിമേളം. ഗുരുവായൂർ ഏകാദശി മേളപ്രമാണി തിരുവല്ല രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു മേജർ സെറ്റ് പഞ്ചാരിമേളം ഒരുക്കിയത്. വൈകിട്ട് ദീപാരാധന, സോപാന സംഗീതം, ആറാട്ട് പുറപ്പാട്, ഭജനാമൃതം തുടങ്ങിയവ നടന്നു. രാത്രി ആറാട്ട് വരവ്, വിളക്ക്. NSS യൂണിയൻ സെക്രട്ടറി S. ജയകൃഷ്ണൻ, കൺവീനർ N. രാമേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. വയലാർ കോയിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ നടന്ന കാവടി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. വയലാർ കോയിക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മീനപ്പൂയ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഞായറാഴ്ച പൂയം മഹോത്സവം ക്ഷേത്രത്തിൽ ആഘോഷിച്ചത്. രാവിലെ 10-ന് കാവടി ഘോഷയാത്ര SNDP ശാഖ നമ്പർ 468 നിന്നും കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തി. തുടർന്ന് കാവടി അഭിഷേകം, അഷ്ടാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് 12-ന് പ്രസാദകൂട്ട്, വൈകിട്ട് 5-ന് താലപ്പൊലി വരവ്, രാത്രി 7:30-ന് ചെണ്ട വയലിൻ ഫ്യൂഷൻ പരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറി. ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് VN അജയൻ, സെക്രട്ടറി KN യദു, ട്രഷറർ VG ജയചന്ദ്രൻ, ക്ഷേത്രം മേൽശാന്തി സന്തോഷ് പോറ്റി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചത്.
മീനപ്പൂയ മഹോത്സവമാണ് ഇന്ന് സമാപിക്കുന്നത്. 4, 5, 6 എന്നീ തീയതികളിലാണ് ഉത്സവം എല്ലാ വർഷവും നടത്തപ്പെടുന്നത്. ഈ വർഷത്തെ ഉത്സവം 4-ാം തീയതി ക്ഷേത്രം തന്ത്രികൾ പരവൂർ രാകേഷ് തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് സമാപന ദിവസമായ ഇന്നത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് കാവടി വഴിപാട്. ആ കാവടി വഴിപാട് രാവിലെ ആരംഭിച്ചു. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. അതിനുശേഷമുള്ള അഭിഷേകങ്ങളും മറ്റ് പൂജാകർമ്മങ്ങളും എല്ലാം ആരംഭിക്കും. ഈ 3 ദിവസവും വളരെ നല്ല രീതിയിൽ തന്നെ ഉത്സവം നടത്തുവാൻ സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ടൈം ന്യൂസ് ചേർത്തല. ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് മിസ്പയുടെ നേതൃത്വത്തിൽ 22ാമത് വാർഷിക ആഘോഷവും രക്ഷകർത്ത ദിനാചരണവും സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് മിസ്പ പരിശീലന കേന്ദ്രത്തിൻ്റെ 22ാമത് വാർഷികവും രക്ഷകർത്ത ദിനവും നടന്നു. പ്രശസ്ത മജീഷ്യൻ സണ്ണി കീരിത്തോട് അവതരിപ്പിച്ച മാജിക് മിസ്പയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഡാൻസ്, ഫാൻസി ഡ്രസ് തുടങ്ങിയവ പരിപാടിയുടെ ഭാഗമായി അരങ്ങേറി. സ്കൂൾ പ്രിൻസിപ്പൽ ശോഭാ സതീഷ് സ്കൂൾ പതാക ഉയർത്തിയതോടുകൂടി പൊതുയോഗം ആരംഭിച്ചു. വാർഡ് മെമ്പർ മിനി ശാമുവേൽ, കായംകുളം മുനിസിപ്പൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, BJP സംസ്ഥാന സമിതി അംഗം പാലമറ്റത്ത് വിജയകുമാർ, വർഗീസ് ബേബി, ഇ ആശിഷ്, വി ബേബി, മിസ്പ PTA പ്രസിഡന്റ് സരസൻ സി നായർ, ശോഭാ സതീഷ്, സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ ബി സജി, ഡോക്ടർ CT ലൂയിസ് കുട്ടി, നന്മമരം ഫൗണ്ടേഷൻ ഭിന്നശേഷി മേഖലയിൽ ബെസ്റ്റ് ടീച്ചർ പ്രിൻസിപ്പളായി തിരഞ്ഞെടുക്കപ്പെട്ട മിസ്പ പ്രിൻസിപ്പൽ ശോഭാ സതീഷിനെ മിസ്പയിലെ സ്റ്റാഫ് ചേർന്ന് ആദരിച്ചു. ചെങ്ങണ്ട വല്യാറത്ര ശ്രീ ഭൂതനാഥ ക്ഷേത്രത്തിൻ്റെ നേതൃത്വത്തിൽ ആദിത്യപൂജ നടത്തി. മഹിളാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ആദിത്യപൂജയോടനുബന്ധിച്ച് താലപ്പൊലിയും സംഘടിപ്പിച്ചു. ചെങ്ങണ്ട വല്യാറത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ആദിത്യപൂജ ഭക്തിസാന്ദ്രമായി. വിവിധ ചടങ്ങുകളിലൂടെയാണ് ക്ഷേത്രത്തിൽ ആദിത്യപൂജ സംഘടിപ്പിക്കപ്പെട്ടത്. ദേശതാലപ്പൊലിയും മഹിളാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ താലപ്പൊലിയും അന്നദാനവും ക്ഷേത്രത്തിൽ നടന്നു. ദേവസ്വം പ്രസിഡന്റ് NS സുരേഷ്, സെക്രട്ടറി P സുരേഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കൊക്കോതമംഗലം കുന്നത്ത് ശ്രീരാമ ഹനുമൽ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഏപ്രിൽ 12-ന് ക്ഷേത്രത്തിൽ ഹനുമൽ ജയന്തി ആഘോഷവും നടക്കും. കൊക്കോതമംഗലം കുന്നത്ത് ശ്രീ ഹനുമൽ ക്ഷേത്രം സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രുക്മിണി സ്വയംവരം ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി. മാച്ചാണ്ടയിൽ ഉദയൻ്റെ വസതിയിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. തുടർന്ന് യജ്ഞശാലയിൽ എത്തി അഷ്ടലക്ഷ്മി പൂജയും നടന്നു. ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞവും ഹനുമൽ ജയന്തി ആഘോഷവും തിരുവുത്സവവും നടന്നുവരികയാണ്. ഏപ്രിൽ 12-ന് സമാപിക്കും. സപ്താഹ യജ്ഞം ചൊവ്വാഴ്ചയാണ് സമാപിക്കുന്നത്. 9-ന് രാത്രി 8-ന് ഫ്യൂഷൻ തിരുവാതിര, 10-ന് രാത്രി 8-ന് നൃത്യങ്ങൾ, 11-ന് തിരുവുത്സവം, രാത്രി 7:30-ന് ഭക്തിഗാനസുധ, 12-ന് ഹനുമൽ ജയന്തി ആഘോഷവും ക്ഷേത്രത്തിൽ നടക്കും. രാവിലെ 7:30-ന് കളഭാഭിഷേകം, രാത്രി 8-ന് നാടകം. മുഹമ്മ പള്ളിക്കുന്നത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 14-ന് ഉത്സവം സമാപിക്കും. ക്ഷേത്രം തന്ത്രി ജയ തുളസീധരൻ തന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു കൊടിയേറ്റ്.
മുഹമ്മ പള്ളിക്കുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഷു ഉത്സവത്തിന് കൊടിയേറി ഏപ്രിൽ 14 സമാപിക്കും. തന്ത്രി ജയ തുളസീധരൻ തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. തുടർന്ന് കൊടിയേറ്റ് താലപ്പൊലി, ചാക്യാർകൂത്ത് എന്നിവ നടന്നു. ഞായറാഴ്ച വൈകിട്ട് 6 ഭരതനാട്യം കലാപരിപാടികൾ. 7-ാം തീയതി വൈകിട്ട് 7:30 തിരുവാതിര, 8 വൈകിട്ട് 6:30 അലങ്കാര ദീപാരാധന, 8:30 കരോക്ക ഗാനമേള, 9 വൈകിട്ട് 7:30 കൈകൊട്ടിക്കളി, തിരുവാതിര, ഓട്ടംതുള്ളൽ, 10 വൈകിട്ട് 5 തൃക്കാവടി വരവ്, 7:30 ഹൃദയഗീതങ്ങൾ, 11 വൈകിട്ട് 7:30 തിരുവാതിര, 12 വൈകിട്ട് 7:15 അഷ്ടനാഗബലി തിരുവാതിര, 8 നൃത്തസന്ധ്യ, 13 വൈകിട്ട് 6:30 അലങ്കാര ദീപാരാധന, 7:15 ഗാനമേള, 10 പള്ളിവേട്ട, 14 രാവിലെ 7 ഇഡലി സേവ, 7:30 ആട്ടവിളക്ക് തെളിക്കൽ, 8:30 പഞ്ചാരിമേളം, വൈകിട്ട് 4:30 കാഴ്ച ശ്രീബലി, 7:30 അലങ്കാര ദീപാരാധന, 8:30 നൃത്തം, 10 ആറാട്ട് പുറപ്പാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് ലീഗിന്റെ തടവറയിലാണെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ലീഗ് കാലുവാരിയാൽ കോൺഗ്രസിന് രക്ഷയില്ല എന്നും വെള്ളാപ്പള്ളി കണിച്ചുകുളങ്ങരയിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തിയാൽ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ്. ചേർത്തല കാർത്യായനി ദേവി ക്ഷേത്രത്തിലെ നവീകരിച്ച പള്ളിക്കുളം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറവൂർ ആലക്കാവറമ്പിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 8:45 അപകടം. തുറവൂർ വളമംഗലം തിരുഹൃദയ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല റാലി നടത്തി. ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചായിരുന്നു റാലി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.